ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പേരെടുത്ത് പറയുന്നില്ല. Who cares എന്ന ആറ്റിറ്റ്യൂഡാണ്. Who cares എന്ന ആറ്റിറ്റ്യൂഡ് ജനപ്രതിനിധിയാണല്ലേ? Who cares എന്ന ആറ്റിറ്റ്യൂഡാണ്. എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കേഴ്സ്? നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? ഹൂ കേഴ്സ്? CK അഭിലാൽ ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ? ഈ ചെറിയ കാര്യങ്ങളൊക്കെയാണോ മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടത് എന്ന് പോലും ഒരു വേള രാഹുൽ ചോദിച്ചിരുന്നു. പക്ഷേ അനിവാര്യമായിരുന്നു രാജി, അതറിയാം. ആ അനിവാര്യമായ രാജിയിലും രാഹുലിനെ വിശദീകരിക്കാൻ അനുവദിച്ചു കോൺഗ്രസ് നേതൃത്വം എന്ന് വേണമോ കരുതാൻ? നാല് തരത്തിലുള്ള ആരോപണങ്ങളാണ് അന്തരീക്ഷത്തിൽ ഉള്ളത്. അത് പൊതുസമൂഹം ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആരോപണ വിധേയനായിട്ടുള്ള ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് ബഹുഭൂരിപക്ഷം ആളുകളും കരുതുന്നുണ്ട്. പക്ഷേ രാഹുലിന്റെ പേര് പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച നടിയായിട്ടുള്ള പെൺകുട്ടി പറയുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ പിടിവള്ളിയായി രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ ആദ്യാവസാനം പറഞ്ഞു വെക്കുന്നത്. റിനു എന്ന നടിയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞ ആരോപണങ്ങൾ, ഹണി ഭാസ്കർ എന്നുള്ള വനിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, പുറത്തു വന്ന മറ്റൊരു ചാറ്റിന്റെ വിശദാംശങ്ങൾ, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്ന് സംശയിക്കുന്ന തരത്തിൽ രാഹുലിൻ്റെതെന്ന് കരുതപ്പെടുന്ന ശബ്ദ സന്ദേശം, ഈ നാല് തരത്തിലുള്ള ആരോപണങ്ങളാണ് പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നേരിടുന്നത്. എന്നാൽ തൻ്റെ പേര് എവിടെയും ആരും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായും ഈ നടിയായിട്ടുള്ള പെൺകുട്ടി ഒഴികെ മറ്റ് ആരും തൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന വിഷയം കൂടി മുൻനിർത്തിക്കൊണ്ട് താൻ ആരോപണ വിധേയനല്ല, സംശയിക്കപ്പെടുന്ന ആൾ താനല്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, തൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ, ഒരു കോടതിയിലോ അതല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി വന്നിട്ടില്ല എന്ന കാരണത്താൽ താൻ ആരോപണ വിധേയനായി സംശയിക്കപ്പെടുന്ന ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആദ്യത്തെ പെൺകുട്ടി ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, വാർത്താ സമ്മേളനത്തിലെ വിശദീകരണങ്ങൾ അദ്ദേഹം പറയുന്നത് ആരോപണം എന്നുള്ളത് തനിക്ക് എതിരെ ഉയർന്നു വരുന്നതല്ല, ഹൂ കേഴ്സ് എന്നുള്ള പരാമർശം പോലും തന്നെ ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊരു പക്ഷേ പരാതിയായി വരാം, അല്ലെങ്കിൽ പേര് എടുത്ത് ഒരു ഉന്നയിക്കപ്പെടുന്ന ഘട്ടം ഉണ്ടാകാം. അതുവരെ താൻ ആരോപണത്തിൽ നിന്ന് പുറത്തു മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നടിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത്, ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിട്ട ഹണി ഭാസ്കറിൻ്റെ പരാമർശങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ശ്രീലങ്ക സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ, മറ്റൊന്ന് വെള്ള നിറത്തിലുള്ള ഒരു ലവ് ചിഹ്നം, ഇതല്ലാതെ തനിക്കെതിരെ ആ ചാറ്റിൽ മറ്റെന്താണ് ഉള്ളത് എന്നുള്ളത് ഹണി ഭാസ്കർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഹണി ചാറ്റിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നുണ്ട്. പിന്നീട് ഉയർന്നു വന്നത് പഴയ എന്ന് കരുതപ്പെടുന്ന ഒരു ചാറ്റും പിന്നീട് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് രാഹുലാണ് സംസാരിക്കുന്നതെന്ന് കരുതാൻ കഴിയുന്ന മറ്റൊരു ശബ്ദരേഖയുമാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. ആരെങ്കിലും തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ ആരോപണങ്ങളോട്, ചോദ്യങ്ങളോട് അദ്ദേഹം കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പൊതുപ്രവർത്തകരടക്കം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ മുൻപ് സ്വീകരിച്ച ചില സമീപനങ്ങളെ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തൻ്റെ പേര് എവിടെയും പരാതിക്കാരായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യായമാണ് അദ്ദേഹം മുൻനിർത്തുന്നത്. മറ്റൊന്ന്, പൊതുപ്രവർത്തകരടക്കം സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള പരമപ്രധാനമായ വിഷയത്തെ അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ആദ്യാവസാനം സംസാരിച്ചത്. ഏറ്റവും ഒടുവിൽ തൻ്റെ രാജി കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ന്യായീകരിക്കുക എന്നുള്ള ബാധ്യത കോൺഗ്രസ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമല്ല, അതിനാൽ താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം രാഹുൽ അവസാനിപ്പിച്ചത്. അപ്പോഴും ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ബാക്കിയാണ്. ആരാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആള് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം മുൻനിർത്തിയ പെൺകുട്ടി കൂടി പറയാത്ത സാഹചര്യത്തിൽ താൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അല്ലെങ്കിൽ താൻ ആരോപണ വിധേയനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ്